ലോകാത്ഭുതങ്ങൾ 7ആണല്ലേ. എട്ടാമതൊരു അത്ഭുതം കൂടിയുണ്ട്. അതെന്താണെന്നറിയുമോ? അതെവിടെയാണെന്നറിയുമോ? ഇറ്റലിയിലെ പോംബയെ തോൽപ്പിച്ച് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി മാറിയിരിക്കുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോർ വാട്ട് ക്ഷേത്രം. ഈ ക്ഷേത്രമാണ് ഇപ്പോൾ 8ാമത്തെ ലോകാത്ഭുതമായി മാറിയിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസത്തിന്റെ കളിത്തൊട്ടിലെന്ന് ഭാരതം അഭിമാനിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലെ സിയം റിപ്പ് പ്രവിശ്യയിലാണ്. തനി ദക്ഷിണേന്ത്യൻ ശൈലിയിൽ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അങ്കോർ വാട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ ഹിന്ദു ക്ഷേത്രമാണ്. ഏകദേശം 400 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അങ്കോർ വാട്ട് ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ മതനിർമ്മിതമായ കെട്ടിടമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇതിടം നേടിയിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ 2ാമൻ രാജാവാണ് ഇത് പണികഴിപ്പിച്ചത്. ആദ്യം ഇത് ഹിന്ദു ദൈവമായ വിഷ്ണുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ കാലക്രമേണ ഇതൊരു ബുദ്ധക്ഷേത്രമായി രൂപാന്തരപ്പെട്ടു. ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഹൈന്ദവ ബുദ്ധ പുരാണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന കൊത്തുപണികൾ കാണാം. 8 കൈകളുള്ള വിഷ്ണുവിന്റെ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായത്. ഇവിടുത്തെ വാസ്തുവിദ്യ വൈഭവം കാരണമാണ് അങ്കോർ വാട്ടിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിക്കുന്നത്. ഈ ക്ഷേത്രം ഏകദേശം 500 ഏക്കർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന്റെ പുറം ഭിത്തികൾക്ക് ചുറ്റും വലിയൊരു കിടങ്ങുണ്ട്. ഹിന്ദു ബുദ്ധ വിശ്വാസ പ്രകാരം ദേവന്മാരുടെ പുരാണ വാസസ്ഥലമായ മേരു പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്ന താമരയുടെ ആകൃതിയിലുള്ള 5 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിലെ മറ്റൊരാകർഷണം. 30 വർഷത്തോളം നീണ്ട നിർമ്മാണത്തിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലോട്ട് ഈ ക്ഷേത്രം എത്തിച്ചേർന്നത്. ഇവിടുത്തെ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണ് ഈ ഗോപുരങ്ങൾക്ക് മുകളിലൂടെ സൂര്യോദയം കാണുന്നത്. നേരം പുലരുമ്പോൾ ക്ഷേത്രം പിങ്ക്, ഓറഞ്ച്, സ്വർണം എന്നീ നിറങ്ങളിൽ പ്രകാശിക്കുന്നത് കാണാം. ഇത് ആകർഷകമായ ഒരു കാഴ്ച തന്നെയാണ്. വാസ്തുവിദ്യാ വൈഭവത്തിനു പുറമെ സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം അങ്കോർ വാട്ടിനുണ്ട്. ബുദ്ധ സന്യാസിമാരെയും ഭക്തരെയും ആകർഷിക്കുന്ന ഈ ക്ഷേത്രം സജീവമായ ഒരു മതകേന്ദ്രമായി തുടരുന്നു. നിർമ്മാണ ചാതുര്യത്താൽ കാഴ്ചക്കാരിൽ വിസ്മയം ജനിപ്പിക്കുന്നതാണ് അങ്കോർ വാട്ടിലെ ഓരോ കാഴ്ചകളും. മറ്റു ക്ഷേത്രങ്ങൾ കിഴക്ക് ദർശനമായി നിർമ്മിച്ചപ്പോൾ അങ്കോർ വാട്ട് പടിഞ്ഞാറോട്ട് ദർശനമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ഷേത്ര നഗരത്തിന് ചുറ്റും 200 മീറ്റർ വീതിയുള്ള ഒരു കിടങ്ങുണ്ട്. അതിനുള്ളിൽ 5 മീറ്റർ ഉയരമുള്ളതും ഏകദേശം 1 മീറ്റർ വീതിയുള്ളതുമായ ഒരു മതിലും കാണാം. അതാണ് ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. 2 പാലങ്ങൾ വഴി മാത്രമേ ക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ സാധിക്കൂ. കിഴക്കും പടിഞ്ഞാറും ദിശയിലാണ് ഈ പാലങ്ങളുള്ളത്. പാലങ്ങൾക്ക് സമീപം ക്ഷേത്രത്തിന്റെ അതേ രൂപത്തിൽ ഗോപുരങ്ങളും കാണാം. ക്ഷേത്രമാണെന്ന് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കുവാനായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പാലങ്ങൾക്ക് സമീപമായി ഗോപുരങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ 2 മതങ്ങളുടെ ഭൂമിയാണ് ഇവിടെ. വിഷ്ണുവിനു വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിലും പിന്നീട് അത് ബുദ്ധക്ഷേത്രമാവുകയായിരുന്നു. കാലങ്ങളോളം വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ ക്ഷേത്രം. 1860-ൽ ഫ്രഞ്ചുകാരനായ ഹെൻറി മൗത്താണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത്. വെട്ടുകല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലുകളും ചുട്ടുകട്ടകളും നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടേയില്ല. വെട്ടുകല്ല് കഷ്ണങ്ങളെ കൂട്ടി നിർത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥമായി എന്താണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. മരപ്പശയോ കുമ്മായക്കൂട്ടോ ആകുമെന്നാണ് നിഗമനം. അതിഗംഭീരമായ കൊത്തുപണികളും ചിത്രവേലകളുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും പുറത്തെല്ലാമായി ഇത് കാണുകയും ചെയ്യാം. ചുറ്റമ്പലവും ചെറിയ ഗോപുരങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിൽ കാണാം. ചോള പല്ലവ ശില്പികൾ എന്നതുപോലെ നൃത്തം ചെയ്യുന്ന അപ്സരസുകളുടെ പ്രതിമകൾ, രാമരാവണ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം, പാലാഴി മദന, കൃഷ്ണ ബാണയുദ്ധം, വാസുകി, മന്ദര പർവ്വതം, കൂർമാവതാരം, പാലാഴി മദന ശില്പം, ഹൈന്ദവ ദേവതകളുടെയും അസുരന്മാരുടെയും ഗരുഡന്റെയും താമരയുടെയും എല്ലാ രൂപങ്ങളും ഇവയെല്ലാം ഈ ക്ഷേത്രത്തിൽ കാണാം. കംബോഡിയയുടെ അഭിമാനമാണ് ഈ അങ്കോർ വാട്ട് ക്ഷേത്രം. കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രത്തിന്റെ മുദ്ര കാണാം. കറൻസിയിലും ഇതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.